ഈ കഷായം 3 നേരം കൊടുത്താ മതി. ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ടെങ്കിൽ പോലും താനെ ഇറങ്ങിക്കോളും. ഞാൻ വരട്ടെ കുഞ്ഞ്. സുശീലയുടെ അച്ഛൻ എവിടെ? അച്ഛൻ മൂപ്പനെ കാണാൻ പോയിരിക്കുക. ഇപ്പൊ വരും. ഞാൻ അന്നേ വീട്ടിലേക്ക് വരാൻ വിളിച്ചതല്ലേ, എന്നിട്ട് വന്നോ? ഇപ്പൊ വന്നില്ലേ? വന്നതാണോ? പൊക്കിക്കൊണ്ട് വന്നതല്ലേ? വേണ്ട, എഴുന്നേൽക്കണ്ട. വൈദ്യർ എന്നോട് വിവരം പറഞ്ഞായിരുന്നു. പിന്നെ പോലീസ് പിന്തുടർന്നെന്നോ എന്തോ പറയുന്ന കേട്ടു. അതെന്തിനായിരുന്നു? ഞാനെല്ലാം പറയാം. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് മണിമംഗലം ഗോപാലൻ എന്നറിയപ്പെടുന്ന വലിയ മനുഷ്യൻ എന്റെ ചിറ്റപ്പനാണെന്ന് മനസ്സിലായത്. ചെറുപ്പത്തിൽ എന്നെ എന്റെ അമ്മയെയും സ്വത്തിനു വേണ്ടി കൊല്ലാൻ ശ്രമിച്ച എന്റെ ചിറ്റപ്പൻ. ചിറ്റപ്പനോ? കൊല്ലാൻ ശ്രമിച്ചെന്നോ? അതെ. എന്തിനാണെന്നറിയില്ല, അയാളുടെ ഭാര്യയും കൊന്നു. എന്നിട്ട് ഞാനാണ് കൊന്നതെന്ന് പോലീസിന് വിവരം അറിയിച്ചു. മാധവിയെ കൊന്നോ? മാധവി കൊച്ചമ്മയെ കൊന്നോ? അതെങ്ങനെ? ബോധം വീണിട്ടില്ലെങ്കിലും ഇനി ജീവനാവത്തില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് എന്റെ ജീവനാപത്താണ്. എന്താ? കാറ്റടിച്ച് വീണതാ. ബോധം വീണ് കിട്ടിയാൽ അവളെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന് അവൾ പോലീസിനോട് പറയും. അതിനു മുൻപ് അവിടെ വെച്ച് തന്നെ നീ അവളെ കൊല്ലണം. നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം. ഞാൻ തന്നെ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചീനമല എസ്റ്റേറ്റും ബംഗ്ലാവും നിന്റെ പേർക്ക് ഞാൻ എഴുതി തരാം. അങ്ങനെ? ഭയപ്പെടണ്ട. വാക്ക് മാറുമോ? ഈ മണിമംഗലം ഗോപാലൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും. ചീനമല എസ്റ്റേറ്റിലെ മണി മുതലാളി. കമലേ, ഇതിലൂടെ പോയി. രമണി, കമലേ, ഈ പേഷ്യന്റ് എവിടെ പോയി? എന്ത്? മാധവിയെ ഹോസ്പിറ്റലിൽ നിന്ന് കടത്തിയെന്നു? കിടത്തി. എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? വാണിയമ്പാറ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. വെരി ഗുഡ്. ഈ ബഹളങ്ങളൊക്കെ ഒന്ന് തീർന്നോട്ടെ. നിന്നെ ഞാൻ ചീലമല എസ്റ്റേറ്റിന്റെ മുതലാളിയാണ്. ഹലോ, ഗോപാലൻ സ്പീക്കിംഗ്. ഹോസ്പിറ്റലിൽ നിന്നോ? എന്താ വിശേഷം? വാട്ട്? ബോധമല്ല കിടന്ന് എന്റെ ഭാര്യയെ കാണാനില്ലെന്നോ? അവൾ അവിടെ പോകാനാ? നോൺസെൻസ്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ മാധവിയെ കടത്തിക്കൊണ്ടുപോയി കൊന്നത് ബാബു ആണെന്ന് പോലീസിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ ചാപ്റ്റർ ക്ലോസ്. അപ്പോ ചീനമലയുടെ കാര്യം ഉറപ്പല്ലേ മുതലാളി? എന്താ സംശയം? ഉറപ്പല്ലെന്നോ? ഇന്നു മുതൽ നീ ചീനമല മണി മുതലാളിയാണ്. മണി മുതലാളി. കണക്ക് എഴുതിക്കോ, പിന്നെ തരാം. ഇവിടെ എങ്ങാനും താമസിക്കാൻ ഒരു ചെറിയ വീട് വാടകയ്ക്ക് കിട്ടുമോ? ആ മുക്കിൽ അന്വേഷിച്ചാൽ അറിയാം. അവിടെ ഒരു വീട് ഒഴിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. എന്റെ കയ്യിൽ 10-20 രൂപയുണ്ട്. അത് മതിയാവും.
സാറേ ഇവനെ വെറുതെ വിടാൻ പാടില്ല സാറേ. ആ പാവപ്പെട്ട സ്ത്രീയുടെ കാശും പിടിച്ചു പറിച്ചോണ്ട് ഇവൻ ഓടിയതാ സാറേ. ഇവൻ ഇത് തന്നെയാ ജോലി. അയ്യോ, നെറ്റി മുറിഞ്ഞിരിക്കുന്നല്ലോ. വരൂ, കാറിൽ കയറൂ. ഇതാ നിങ്ങളുടെ രൂപ. വലിയ ഉപകാരം. വരൂ. വലിയ ഉപകാരം കുഞ്ഞെ. ഇനി ഞാൻ പൊയ്ക്കോളാം. വരൂ. അല്ല, വീടൊന്നും ഇല്ലാന്ന് പറഞ്ഞ നിങ്ങൾ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ആരോരും ഇല്ലാത്ത എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ മോനെ? അമ്മയില്ലാത്ത എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ആശ്വാസമാണ്. വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ താമസിക്കാം. എന്താ ആലോചിക്കുന്നത്? ആർക്കും ഒരു ഭാരമായിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ അമ്മയുടെ സ്ഥാനത്തിരുന്ന് എന്നെ സഹായിക്കുന്നത് ഇഷ്ടമല്ലേ? ശരി മോനെ. വരൂ അമ്മേ. അങ്ങനെ ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നാലോ? ഓ, ഞാൻ ഇനിയിപ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് കഴിയുന്നതും വേഗം ഞാനൊരു കല്യാണം കഴിക്കാമെന്ന് വെക്കുന്നത്. അല്ല, അങ്ങനെ കഴിച്ചാലും മതി അല്ലേ പിള്ളേ? അതിന് എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതറിഞ്ഞിട്ട് ആ മുതലാളി ഡ്രൈവർ രാഘവൻ പിള്ളയെ പിടിച്ച് ഒപ്പത്തിനെത്തിയിരിക്കുന്നത്. എന്താ എന്താ? മുതലാളിയുടെ അന്തസ്സിനൊത്ത എത്രയോ കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട്. നമുക്ക് അന്വേഷിക്കാം. മാധവിയുടെ സ്ഥാനത്തേക്ക് വരാൻ അർഹതയുള്ള ഒരേ ഒരു പെണ്ണേ ഉള്ളൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആരാണെന്ന് പറഞ്ഞാൽ രാഘവൻ പിള്ള വേണ്ടത് ചെയ്യില്ലേ? ഞാൻ തുറന്നു തന്നെ പറയാം. രാഘവൻ പിള്ളയുടെ മകൾ ലതയെ എനിക്കിഷ്ടമാണ്. മുതലാളി, മുതലാളിയോട് ഞാൻ വളരെ കടപ്പെട്ടവനാണ്. പക്ഷേ അതിന് പകരം എന്റെ മോളെ കച്ചവടമാക്കാൻ ഞാൻ തയ്യാറല്ല. രാഘവൻ പിള്ളയെ എന്റെ ഭാര്യയുടെ സ്ഥാനത്തേക്കാണ് ഞാൻ അവളെ ആഗ്രഹിക്കുന്നത്. മുതലാളിയുടെ മകളാകാനുള്ള പ്രായമേ അവൾക്കുള്ളൂ. ഈ ബംഗ്ലാവിൽ ഒരു രാജ്ഞിയായിട്ട് അവൾക്ക് വാഴാം. വേണ്ട മുതലാളി, അവൾക്ക് അർഹതയുള്ള ഒരു കുടുംബത്തിൽ അഭിമാനത്തോടെ ജീവിച്ചാൽ മതി. രാഘവൻ പിള്ളയെ, അവസാനമായി നിങ്ങളൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ പലതും ആലോചിച്ചിട്ട് വേണം. വരും വരായികൾ ഞാൻ ഏറ്റാ പോലെ. സ്വപ്നത്തിൽ പോലും ഇത്രയും വലിയ അന്തസ്ത് നിങ്ങൾക്ക് കിട്ടുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മോളെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കിട്ടുകയില്ല. ഞാൻ പോകുന്നു. അവന്റെ ഒരു ധിക്കാരം കണ്ടില്ലേ? കാലമില്ലടാ, അവൻ വരും. എന്റെ കാട്ടിൽ വന്ന് വീഴും.